والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. صدق الله. اللهم صل على رسولك سيدنا وحبيبنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. വേദിയിലെ അഭ്യന്തരായ പണ്ഡിത മക്കൾ, വിശിഷ്യാരുടെ വിഷയാവതരണം നടത്തിയ അഭ്യന്തരായ നാസർ ഫൈസി കൂടത്തായ ഉൾപ്പെടെ സലീം ഇടക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾ, പണ്ഡിതന്മാർ, സ്നേഹമുള്ള സഹോദരന്മാർ, ദീർഘമായ ഒരു അഭിസംബോധനയുടെ സമയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വെച്ച എല്ലാ വിഷയങ്ങളുടെയും ആത്മാവ് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിലും പറയാൻ തോന്നുന്നത്. ഹാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പുതിയ എന്തെങ്കിലും ഒരു ഏർപ്പാടുമായി ഇറങ്ങിത്തിരിച്ച ഒന്നല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുകയും സമസ്തയോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തെയും കൂടി ചേർത്ത് നിർത്തുന്ന ഒരു വശ്യസുന്ദരമായ ഒരു സേതുബന്ധനമാണ് പാണക്കാട്ട് തറവാട്. രണ്ടും ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ മുന്നേറ്റങ്ങളുടെ വഴിയിൽ എല്ലാ തരത്തിലുമുള്ള സാമൂഹിക ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പാണക്കാട് തറവാട് പോകുമ്പോഴും അതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലനിന്നു വന്നുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഈ ഉമ്മത്ത് അവരുടെ മതപരമായ വിഷയങ്ങളാവട്ടെ, അവരുടെ ജീവിതത്തിന്റെ മറ്റു വേദനകളാകട്ടെ, അതെല്ലാം ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി ഗുരുത്വമായി കണ്ടത് പാണക്കാട് തറവാട്. അതുകൊണ്ട് തന്നെയാണ് പാണക്കാട്ടേക്ക് മഹല്ലുകൾ ചേർത്ത് പറഞ്ഞത് അന്ന് ഞങ്ങളുടെ പാതിയാകുന്നത്. വിമർശനങ്ങൾ പലപ്പോഴും പണ്ടേ ഉണ്ടായിരുന്ന ചില വിമർശനങ്ങൾ, അത് 89-ലൊക്കെ കേട്ട ചില വിമർശനങ്ങളുടെ അതേ ആവർത്തനം തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പലപ്പോഴും പണ്ഡിതരല്ലാത്തയാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ വിമർശനത്തിൽ 89-ലും അതേ ഒരു കാവ് ഞാൻ കാണുന്നത്. അങ്ങനെ അല്ലാത്ത തങ്ങൾ എന്തിന് കാതിയാകണമെന്ന ചോദ്യം ചോദിക്കപ്പെട്ട 89-ന്റെ കാലം. അതേ ആവർത്തനം വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ നിന്നുകൊണ്ട് മാത്രമായിരുന്നില്ലല്ലോ മഹാന്മാരായ പാണക്കാട് കുടുംബം കാതിമാരായ. അങ്ങനെയായിരുന്നെങ്കിൽ ആ ഗരിമയിൽ ആ വലിപ്പവും ഉണ്ടായിരുന്ന എത്രയോ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഉൾപ്പെടെ, മഹാനായ കേരളത്തിന്റെ കർമ്മശാസ്ത്ര രംഗത്തെ രാജവെമ്പാല എന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ സൈനുൽ ഉലമ ഉൾപ്പെടെ അവരെല്ലാവരും തന്നെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നാണ് പോയത്. ഞാൻ ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായിയുടെ ഇതേ പ്രസംഗം അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം വരുന്നത്? വലിയ തിരക്കുള്ള കുടുംബം, ഒട്ടേറെ സാമൂഹിക ബാധ്യതകളുള്ള കുടുംബം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ മുമ്പിൽ ഓടിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. തലശ്ശേരിക്കടുത്തുള്ള, അതായത് ദേശമുണ്ടായിരുന്ന തലശ്ശേരിക്കടുത്തുള്ള സ്ഥാപനത്തിന്റെ കമ്മിറ്റി കൂടുന്ന ദിവസമാണ്, അന്നത്തെ ദിവസമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് 10 മണിക്ക് തങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ പോകാണ്, വയനാട്ടിലേക്ക് പോകാം. ആ ദുരന്തത്തേക്ക് പോകുന്നതിന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഓടി നടത്തുന്ന
അല്ലെങ്കിൽ ഈ സമൂഹം എപ്പോഴും എല്ലാ കാലത്തും വേദനകളുടെ കഥകളുടെ ഭാരം ഇറക്കി വെക്കാൻ ആ കുടുംബത്തിലേക്ക് ചെന്നിട്ടുണ്ട്. മഹാനായ സൈനുൽ ആബിദീൻ സയ്യിദ് സൈനുൽ ആബിദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ലോകം അറിഞ്ഞ സൈനുൽ ആബിദീൻ മഹാനായ സയ്യിദുന അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ സയ്യിദ്, ഈ പരിശുദ്ധമായ പാരമ്പര്യത്തിന്റെ തറവാട്ടുകാരനവർ, അവരെ കുറിച്ചാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് തവാഫ് ചെയ്യാൻ നേരത്തെ അദ്ദേഹത്തിന്റെ എല്ലാത്തരം ഭരണപരമായിട്ടുള്ള സകല സംവിധാനങ്ങളും നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ട പോലെ തിരക്ക് ഒഴിഞ്ഞിട്ട് ഒന്ന് തവാഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ സമയത്താണ് മഹാനായ സയ്യിദ് അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സയ്യിദ് ആബിദീൻ എന്ന് വരുന്നത്. ആ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോഴേക്കും ആളുകൾ മാറി മാറി പോകും. ആ ചെറുപ്പക്കാരന്റെ ചാന്ദ്രശോഭയുള്ള മുഖകമലം കാണുമ്പോഴേക്കും ആളുകൾ വകഞ്ഞു മാറി 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 അങ്ങനെ ബഹുമാന ആദരവുകൾ പ്രകടിപ്പിക്കും. അപ്പോ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് സ്വയമേവ ചോദിച്ചത് ചോദിച്ചു, ആരാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന് മനസ്സിലാവാനില്ല, പക്ഷേ ഒരു ചോദ്യം. അപ്പോ അദ്ദേഹത്തിന്റെ തന്നെ കൊട്ടാര കവി വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഈ മണൽത്തരിയിൽ ആ മനുഷ്യന്റെ കാല് പതിയുമ്പോ പരിശുദ്ധ കഅബത്ത് ശരീഫയും പരിശുദ്ധ കഅബയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബൈത്തും ഹറം, അതോടൊപ്പം തന്നെ അതിന്റെ പുറം ഭാഗത്തെ ഹില്ലും എല്ലാം അറിയുന്ന വിധം അത്രമേൽ സുപരിചിതനാണ് ഈ മഹാൻ എന്നാണ്. പരിശുദ്ധ റസൂലിന്റെ തിരുകുടുംബത്തിലെ അവിടുത്തെ പരിശുദ്ധ രക്തത്തിൽ പിറന്ന കുട്ടിയാണ് മഹാനായ സൈനുൽ ആബിദീൻ എന്ന തന്നെ. എന്നിട്ട് ഇങ്ങനെ പരസ്പരം പാടി പാടി പോകും. ആ വാക്കുകളൊക്കെ ഞാൻ ഈ കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കാൻ ആലോചിച്ചു പോവുക. അതിലിങ്ങനെ കൂടി പറഞ്ഞ മനുഷ്യന്റെ കഥനങ്ങളുടെ ഭാണ്ഡം ഇറക്കി വെക്കാൻ ഏതെങ്കിലും ഒരു നെഞ്ചു കാണാൻ പറ്റുമോ? ആ നെഞ്ച് പാണക്കാട്ട കുടുംബത്തിലെ ഏതു കാലത്തെയും ആ തറവാടിന്റെ കാരണവരുടെ നെഞ്ച് തന്നെയാണ്. ആ നെഞ്ച് തന്നെയാണ് ജനതകളുടെ കഥനങ്ങളുടെ ഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്ന ഹമ്മാൻ. അത് വഹിക്കാൻ പോകുന്ന നെഞ്ചകം അത് പാണക്കാട്ട കുടുംബത്തിന്റെ നെഞ്ചകം. അതുകൊണ്ടാണ് പരസ്പരം പാടി ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ലാ എന്ന് പറഞ്ഞിട്ടില്ല. കുറിച്ചാണ് പറയുന്നത്. എന്ന പരിശുദ്ധ വചനത്തിലെ ലാ എന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലാ എന്ന് പറയേണ്ടി വരുമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പറയാതെ എല്ലാം ഞാൻ എന്ന് തന്നെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ സൈനുൽ ആബിദീൻ എന്ന മഹാനായ സയ്യിദിനെ ഫർസത്ത് പാടി പറയുമ്പോൾ നമ്മൾ കണ്ടുപോയവരെല്ലാം കണ്ടതുപോലെ തന്നെയാണ്. നമ്മൾ കണ്ടുപോയവരിൽ കണ്ടവരാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇങ്ങനെ തന്നെയാണ് വന്നത്. എഡിറ്റോറിയൽ he managed through his benign look and elegant smile എന്നാണ്. അദ്ദേഹത്തിന്റെ വശ്യസുന്ദരമായ ചിരി കൊണ്ടും പുഞ്ചിരി കൊണ്ടും അദ്ദേഹത്തിന്റെ കുലീനമായ നോട്ടം കൊണ്ടും ഒരു ജനതയെ അദ്ദേഹത്തിന് നയിക്കാൻ സാധിച്ചു. he managed. അദ്ദേഹം വലിയ പ്രസംഗം നടത്തിയിട്ടല്ല, പക്ഷേ അതല്ലാതെ തന്നെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അപൂർവമായ ഒരു സാന്നിധ്യത്തിന്റെ ഒരു പരിമളമാണ് മഹാരഥന്മാരായ പാണക്കാട്ട കുടുംബത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ആ കുടുംബം ഇങ്ങനെ തലമുറകളിലൂടെ നടന്നു പോകാൻ ഞാനൊരു കാര്യം ചോദിക്കാൻ, നമ്മുടെ കുടുംബങ്ങളുണ്ട്, അധികാരത്തിന്റെ സർവവും അവിടെയാണ്. സമ്പന്നരായ ആളുകൾ, സാമൂഹിക ജീവിതത്തിലെ പ്രധാനികൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾക്കൊരു സംഭാവന കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം തെരഞ്ഞെടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹത്തിലെ പ്രമാണിമാരാണ്. 1 കോടി രൂപ കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രഗത്ഭനായ വ്യാപാരി പറഞ്ഞു, ഞാൻ ഇവിടെ പാണക്കാട്ട തറവാട്ടിൽ. എല്ലാ സർവസമ്മതിയും ലഭ്യമാകുന്ന ഒരു കുടുംബം ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ്? അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ സമസ്തയുടെ അഭിനന്ദരായ പണ്ഡിതന്മാരോടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാ തരത്തിലും ക്യാമറ കണ്ണുകളിൽ നോക്കി വെച്ചിട്ട് എവിടെയെങ്കിലും കുറവുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവനവന്റെ ജീവിതത്തിലേക്ക് കുറവുകളെ കുറിച്ച് നോക്കണം. അവനവന്റെ ജീവിതത്തിലേക്ക് നോക്കണം. ഇതൊരു അപകടകരമായ ഒരു പ്രവണതയായി വളരരുത് എന്ന് പറയാം. ഇതൊരു അപകടകരമായ പ്രവണതയായി വളർന്ന് സമുദായത്തെയും സമൂഹത്തെയും ചിട്ടപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. തെറ്റുകുറ്റങ്ങളും കുറവുകളും നോക്കിയാണ് നടക്കുന്നതെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളും കുറവുകളും അവനവരിലേക്ക് സ്വയം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇവരെപ്പോഴും ഓരോ ദിവസവും ഇരുന്ന് ഫാത്തിഹ ഓതാൻ. അവിടെ ഓരോ ദിവസവും ഓതപ്പെടുന്ന ഫാത്തിഹ മതി. ഓരോ ദിവസവും ഓതുന്ന ഫാത്തിഹ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, പങ്ക് കേൾക്കണ്ട, ഈ പങ്ക് പ്രശ്നമുണ്ട്. കേൾക്കലേക്ക് നമ്മൾ അങ്ങനെ പോകും. അതിലൊരു നല്ലതാണ്, അതൊരു അധികം നടക്കുന്നുണ്ട്. പക്ഷെ ഇതാവത് നമ്മൾ തന്നെ കേൾക്കാൻ നിൽക്കുമ്പോ കേൾക്കണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഞാനെന്റെ ഒരു അനുഭവം പറയാം. പലസ്തീനിലെ യാത്ര നടത്തുമ്പോൾ ഈജിപ്തിൽ ചെല്ലുമ്പോൾ സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ്സുള്ള ഒരു ഖബറുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ്സുള്ള ഖബറാണ്. ഞങ്ങളെല്ലാവരും യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ബസ്സിൽ കയറി കുറെ നേരം കഴിഞ്ഞു. പക്ഷെ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനില്ല. ഞങ്ങൾ ധാരാളം ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഇസ്ലാമിക് സെന്ററിന്റെ കേരളത്തിൽ അന്ന് അൽഹിന്ദിന്റെ വഴി പോയിട്ടാണ് ഞങ്ങൾ എല്ലാവരും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങി ഈ ഭാഗത്തേക്ക് നടന്നു ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഖബറിൽ ഇങ്ങനെ തലവച്ച് ഏകാന്തമായ ഒരു ചിന്തയിൽ മഹാനായ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഞാൻ നിന്ന് പതുക്കെ ഒന്ന് മുരടക്കി എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് തങ്ങൾ അവിടെ നിന്ന് തന്റെ ചിന്തകളുടെ ലോകത്ത് എഴുന്നേറ്റ് പോകുന്നത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ആത്മീയമായ വല്ലാത്തൊരു ലോകം ഇവർ പണിയുന്നു. നമ്മളറിയാത്തൊരു ലോകം അവർ പണിയുന്നു. അത് പലപ്പോഴും അനുഭവിക്കാൻ വേണ്ടി നമുക്ക് പറയാം. വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കി സ്വയമേവ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പറയാം. ഞാൻ 10 ദിവസം സുപ്രഭാതത്തിന്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോടൊപ്പം സൗദിയിൽ മദീനയിൽ ചെല്ലുമ്പോൾ മദീനയിലെ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനം സ്വീകരിച്ചു. അവിടെ സ്വീകരണം ഏർപ്പെടുത്തുമ്പോൾ മഹാനായ വാവാട് ഉസ്താദ് ഉണ്ട്. അപ്പോൾ വാവാട് ഉസ്താദിന് സ്വീകരണം ഏർപ്പെടുത്തി. എല്ലാവരും വരുമ്പോൾ മഹാനായ കണ്ണൽ ഇരിക്കുന്ന വേദിയിൽ വാവാട് ഉസ്താദ് എന്ന് പറയുന്ന വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച സൂഫീധന്യമായ ഒരു ജീവിതത്തിന്റെ പേരാണ് വാവാട് ഉസ്താദ്. മഹാനായ വാവാട് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ വിടുമ്പി കരാൻ പറ്റും. അല്ലെങ്കിലും മദീന പലപ്പോഴും നമ്മളെയൊക്കെ ത്രസിപ്പിക്കുന്ന ഒന്നാണ്. മദീനയിൽ നിന്നുകൊണ്ട് പറയാൻ തുടങ്ങി, അവിടെ അസ്വത്തിന്റെ പരിശുദ്ധ റൗള, ഇവിടെ പാണക്കാട്ടെ കുട്ടി. അങ്ങനെയാണ് മഹാനായ വാവാട് തങ്ങൾ പറഞ്ഞത്. മഹാനായ പാണക്കാട്ടെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് പറയാണ് വാവാട് തങ്ങൾ, എന്റെ ശൈഖ് മഹാനായ ചാത്തനങ്ങാടി വാക്കു മുസ്ലിയാർ പറയാറുണ്ട്, പാണക്കാട്ടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം. അവരുടെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത നമുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്റെ ശൈഖ് പഠിപ്പിച്ചതെന്ന് മഹാനായ വാവാട് ഉസ്താദ് പറയുമ്പോൾ ഈ സമുദായത്തിന്റെ നേതൃത്വത്തെ അവരെ ഏൽപ്പിക്കുമ്പോഴും ഈ ആധ്യാത്മികതയുടെ ഒരു പാരമ്പര്യത്തിന്റെ തണലുണ്ടായിരുന്നു എപ്പോഴും അവർക്ക്. ചാപ്പനങ്ങാടി വാക്കു മുസ്ലിയാരുടെ മകൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെ, അഭിനന്ദനായ അക്കാവുന്ന അവസ്ഥ അദ്ദേഹം പറയാണ്, ഉമ്മ പറഞ്ഞതാണ് അദ്ദേഹം കേട്ടത്. മഹാനായ പാണക്കാട് PMS പോയ തങ്ങൾ ഒപ്പാത്താൻ സമുദായത്തിന്റെ നായകത്വം ഏറ്റെടുക്കപ്പെടണം. ചെറുപ്പക്കാരനായ കുറെ കൂടി ഒരു ഷൈ പേഴ്സണാലിറ്റിയുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഈ സമുദായത്തിന്റെ ഈ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പേടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അഭിനന്ദനായ സയ്യിദ് മുഹമ്മദ് സാഹിബ് മഹാനായ തങ്ങളോട് ഇക്കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് ചാപ്പനങ്ങാടി വാക്കു മുസ്ലിയാരെ. അങ്ങനെ ചാപ്പനങ്ങാടി വാക്കു മുസ്ലിയാരുടെ മുമ്പിലേക്ക് സയ്യിദ് മുഹമ്മദ് സാഹിബ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊണ്ടുപോകും.
2 ചായപാത്രം 2 ഗ്ലാസുകൾ എടുത്തിട്ട് ഈ മകൻ പറയാണ്, വാപ്പ ഇങ്ങനെ ചെന്നിട്ട് ആദ്യം ഈ 2 പേരുടെയും കയ്യിലേക്ക് ഈ ചായ ഗ്ലാസുകൾ കൊടുത്തിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ, വേറൊരു അഭിസംബോധനയും ആ സമയത്തില്ല. അൽ ഫാത്തിഹ, ഫാത്തിഹ ഫാത്തിഹ ദുആ ചെയ്തിട്ട് പറഞ്ഞു, മോനെ വാപ്പ ഇന്ന കസേരയിൽ ഇരിക്കണം, വാപ്പ ഇന്ന കസേരയിൽ ഇരിക്കണം. സമുദായത്തിന്റെ പ്രശാന്തമായ 4 പതിറ്റാണ്ടുകാരുടെ വസന്ത പെയ്ത്തിന് ആരാണോ കാരണമായത്, ആ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് മഹാനായ ചാത്തരങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ആധ്യാത്മിക ചക്രവർത്തി നൽകിയ ഒരു നിർദ്ദേശം ആയിരുന്നു. ആ നിർദ്ദേശം ഇവിടെ കണ്ണിനുണ്ട് ആ കുടുംബത്തിൽ. അതുകൊണ്ടാണ് സമൂഹം അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നത്. എപ്പോഴും എല്ലാ കാലത്തും അവർക്ക് അവരുടേതായ മശായിഖുമാരുടെ കണ്ണിനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടി പറയാനില്ല. നമ്മുടെ ഉത്തരവാദിത്വം ഈ സമുദായത്തിനെ ചിത്രപ്പെടുത്താത്ത വിധം, അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പരിശുദ്ധമായ സംഘടനയുടെ ശാക്തികമായ അതിന്റെ പിന്തുണയോടുകൂടെ മുന്നോട്ട് പോകുക എന്നത്. പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിനെ വേർതിരിക്കാനില്ല, തിരക്കുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ. അപ്പോൾ അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ വേണ്ടി വരും. മഹല്ലുകളുടെ കൂട്ടായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ വേണ്ടി വരും. ഇത് വലിയ ഉത്തരവാദിത്തം, വലിയ ഉത്തരവാദിത്തം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ ആരുടേതാണോ അത് കൃത്യമായി പാലിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ട് അല്ലാഹു കൽപ്പിക്കുന്നുവെന്ന്. അതിലൊരു വലിയ സന്ദർഭമുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പരിശുദ്ധ കഅബത്തുൽ ശരീഫയുടെ താക്കോൽ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് പോകാൻ അന്വേഷിക്കുന്ന നേരത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും സയ്യിദുനാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ധർമാതാവും സഹോദരനും, മറ്റേയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകരാണ്. 2 പേരാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതാരുടെ കയ്യിൽ നിന്നാണോ നബിയെ വാങ്ങിയത് തിരിച്ചു കൊടുക്കണം. അമാനത്ത് പ്രധാനമാണ്. അപ്പോഴാണ് പുതിനബി ചോദിച്ചത്, അയിന ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെ ഉസ്മാൻ? അന്ന് മക്കയിലെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട സത്യനിഷേധിയായ വിശ്വാസിയല്ലാത്ത അങ്ങനെ ഒരാളാണ് ഉസ്മാൻ ഇബ്നു തൽഹ. ആ ഉസ്മാൻ ഇബ്നു തൽഹയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹം ഭയന്ന് ചെല്ലുമ്പോൾ മുനിനബി പറഞ്ഞു, ഇതാ ഈ താക്കോൽ അങ്ങയെ തന്നെ ഏൽപ്പിക്കണമെന്ന് ആകാശത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഈ താക്കോൽ എങ്ങാനും താങ്കളുടെ കയ്യിൽ നിന്ന് അനധികൃതമായി വാങ്ങാൻ ആരെങ്കിലും തയ്യാറായാൽ അയാൾ എല്ലാ കാലത്തും അക്രമിയായി ചിത്രീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത്, ഈ ഉപ്പാപ്പ, ആ വലിയ ഉപ്പാപ്പ പഠിപ്പിച്ച പാഠത്തിൽ നിന്നാണ് എല്ലാ സമുദായങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പാണക്കാട് കൊടുക്കുന്നത്. ആ ഉത്തരവാദിത്വമാണ് മഹല്ലു ജമാഅത്തിനുള്ളത്. നമ്മൾ ഈ മഹല്ലു ജമാഅത്തുകൾ എന്ന് പറയുന്നത് ചില്ലറയല്ല. നോക്കൂ, ഒരു ഹദീസ് മാത്രം പറയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ്, ഇന്നി ലാ അഹുമ്മു അലാ അഹ്ലി അദാബ്. ഭൂമിയിൽ അദാബ് അവതരിപ്പിക്കാൻ വേണ്ടി ഹദീസ് എന്താ പറയാം? ഓരോ സമയത്തും നമ്മൾ ഇങ്ങനെ കാണുന്ന ഓരോ അദാബുകൾ, ഓരോ ദുരന്തങ്ങൾ ഭൂമിയിൽ ഇപ്പോ എന്തൊക്കെയാ വരാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയാത്തതാണ്. ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിന്റെ അനന്തര ഫലങ്ങളാണ് വലിയ വരൾച്ചയും വലിയ പ്രളയം, കടൽ കടന്നു കയറുന്നത് എല്ലാം ഗ്ലോബൽ വാർമിംഗ് ആണ്. ആഗോള താപനം. എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് ഈ ലോകം പോകുന്നത് എന്നത് ഗവേഷണ പഠനങ്ങൾ പറഞ്ഞു തരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ പ്രമുഖ പട്ടണമായിട്ടുള്ള കൊച്ചി വലിയ കാലങ്ങൾക്കപ്പുറത്തേക്ക് കടൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആഗോള താപന സംബന്ധമായ പഠനങ്ങൾ പറയുന്നു. അത്ര ഭീകരമാണ് കാര്യം. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്നു, ഇന്നി ലാ അഹുമ്മു അലാ അഹ്ലി അദാബ്. ഭൂമിയിൽ അദാബ് അവതരിപ്പിക്കാൻ ഞാൻ ആലോചിച്ചു. ഫലമ്മാ നദർതു ഇലാ ഉമ്മാലി മസാജിദി, എന്റെ പള്ളിയുടെ പരിപാലകരെ ഞാൻ കണ്ടു. ഉമ്മാലി മസാജിദി, എന്റെ പള്ളികളുടെ പരിപാലകരായ വിഭാഗം ആളുകൾ
ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് അതല്ലാത്ത മറ്റു ലക്ഷ്യങ്ങളില്ലാതെ ഇവിടെ അഭിനന്ദനായ മഹാബലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കേവലം നേതാവാകണമെന്ന ലക്ഷ്യമല്ല, മറിച്ച് സമുദായം ഏൽപ്പിച്ച ഉത്തരവാദിത്വം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആത്മീയമായ വികാസത്തിന് വേണ്ടി, അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിത നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിമാനത്തെ ഏറ്റെടുക്കുക. അവരെ കണ്ടപ്പോൾ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫലമ്മാ നദർതു ഇലാ ഉമ്മാരി മസാജിദി, എൻ്റെ പള്ളിയുടെ പരിപാലകരെ കണ്ടപ്പോൾ, വൽ മുതഹാബ്ബീന ഫിയ, എൻ്റെ വിഷയത്തിൽ പരസ്പരം വേദനായ മനസ്കാരം ചെയ്ത് അബ്ബാസ് ശിഹാബ് നമ്മുടെ ഈ സദസ്സിലേക്ക് തന്നില്ല. എന്റെ വിഷയത്തിൽ എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇന്ന് ഏറ്റവും ആവശ്യമായതാണ് അള്ളാഹുവിന്റെ പ്രീതി വിയോജിക്കുക, അള്ളാഹുവിന്റെ അപ്രീതി വിയോജിക്കുക. അള്ളാഹുവിന്റെ പ്രീതി യോജിക്കണമെന്നത് പ്രധാനമാണ്. എന്റെ വിഷയത്തിൽ അങ്ങനെ യോജിച്ചവർ, അർദ്ധരാത്രിയിൽ ആരും കാണാത്ത നേരത്ത് അല്ലാഹുവേ നീ എന്റെ പാപങ്ങളെ പൊറുക്കണേ എന്ന് പറയാൻ രാത്രിയുടെ ഇരുണ്ട ഗർഭങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായവർ, അങ്ങനെയുള്ളവരെ കണ്ടപ്പോ സ്വർഗ്ഗതാലിക്കാനും ഞാൻ ആ അദാബ് മാറ്റിക്കളയുമെന്ന് അല്ലാഹു പറയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ അത് കുർസിയാണ്. എന്ന് തുടങ്ങുന്ന ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മഹല്ലിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, വലിയ തരത്തിലുള്ള ധാർമ്മിക പ്രശ്നങ്ങൾ വരുന്നു. എന്താണോ മതം അതിന്റെ പ്രകൃതി എന്ന നിലയിൽ പറഞ്ഞു വച്ചത്, ആ പറഞ്ഞു വച്ചതെല്ലാം സത്യമായിരുന്നു എന്ന് പുതിയ കാലം തെളിയിക്കുകയും ചെയ്യുന്ന കാലമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പ്രകൃതിയുടെ മതത്തെ അഭിസംബോധന ചെയ്യുക. ജനങ്ങളെ മുഴുവൻ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയുടെ മതം, ആ പ്രകൃതിയുടെ മതം നോക്കൂ. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് തന്നെയും അതിന്റെ ഒരു പ്രകൃതി ഉണ്ടല്ലോ. കേവലം വെറുതെ ഒരു യാദൃശ്ചികമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഉണ്ടായിത്തീരുന്നതാണെന്നോ പറയാൻ ഏത് ശാസ്ത്രകാരനാണ് സാധിക്കുക? ലോകം കണ്ട വളരെ പ്രഗത്ഭനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്, ഒരു നിയമത്തിന്റെ താളകത്വതയുണ്ട്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന നിയമങ്ങൾ. അതേ കാര്യം അതേപോലെ പറഞ്ഞ മറ്റൊരാളാണ് ഐൻസ്റ്റീൻ. The most incomprehensible thing about the universe is that the universe is comprehensible. പ്രപഞ്ചത്തെ കുറിച്ചുള്ള ആലോചന ഏറ്റവും പ്രധാനമായി നമ്മളെ സങ്കീർണപ്പെടുത്തുന്നു, നമ്മുടെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. പ്രപഞ്ചം കോംപ്രിഹെൻസിബിൾ, സമഗ്രം, വ്യവസ്ഥാപിതമാണ്. അത് ചില പ്രത്യേകമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സഞ്ചരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ശാസ്ത്രലോകം മുഴുക്കെ. എന്നിട്ടാണ് ചില ആളുകൾ പറയുന്നത് അങ്ങനെ നിയമമൊന്നുമില്ല, അങ്ങനെ ഒരു നിയമദാതാവില്ല. നിയമമുണ്ട്. അതേ നിയമദാതാവ് തന്നെ മനുഷ്യർക്ക് ചില നിയമങ്ങൾ ഉണ്ടാക്കി തന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അന്യരാണെങ്കിൽ അവർ ഒരുമിച്ചിരുന്നാൽ അപകടം വരുമെന്ന് പഠിപ്പിച്ചയാളാണ് മുഹമ്മദ് മുസ്തഫ. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ചിരിക്കുന്നില്ല, തനിച്ചിരിക്കുന്നില്ല. പിശാചികളുടെ കൂടെ അവർക്ക് പ്രേരകമാകുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഒന്നായി ആ പിശാച് എത്തുന്നത് വരെയും അങ്ങനെ തനിച്ചിരിക്കുന്നില്ല എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ ഹേമ കമ്മീഷന്റെ ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെ ചിരിച്ചാണ് പലപ്പോഴും വായിച്ചു പോയത്. കാരണം എന്ത് രസമായിട്ടാണ് പറഞ്ഞത്. സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് with the twinkling stars and the beautiful moon. ആകാശം അതീവ രഹസ്യങ്ങളുടെ കൂടെ പ്രപഞ്ചമാണ്. അവിടെ ഇങ്ങനെ കണ്ണ് ചിമ്മുന്ന പോലെ ഇങ്ങനെ പ്രകാശം പൊഴിക്കുന്ന മനോഹരമായ നക്ഷത്രങ്ങളുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന
ഒരു തിങ്കൾ, ഒരു പൂത്തിങ്കളുണ്ട്. എന്തൊരു മനോഹരം! ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ട്വിങ്കിൾ. പക്ഷേ ശാസ്ത്രീയമായ ഒരു കണ്ടെത്തൽ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു നക്ഷത്രം അങ്ങനെ ചിരിക്കുന്നില്ലെന്നാണ്, സുന്ദരമായി പ്രകാശം ഒഴിക്കുന്നില്ലെന്നാണ്. നോട്ട് ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ, എന്നാൽ അതോടൊപ്പം തന്നെ ഈ ചന്ദ്രൻ സുന്ദരമാണെന്ന് അങ്ങനെ കാണാൻ കഴിയുന്നില്ലെന്നാണ്. ദ സ്റ്റഡി therefore cautions, അവരാ പറഞ്ഞ വാക്കിനെ ഞാൻ പ്രത്യേകം പറയണം. ദ സ്റ്റഡി therefore cautions, അതുകൊണ്ട് ഈ പഠനം വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ, നിങ്ങൾ കാണുന്നത് മുഴുവനും അതുപോലെ തന്നെ വിശ്വസിക്കണ്ട. ഈവൻ salt looks like sugar, പഞ്ചസാരയാണെന്ന് തോന്നിപ്പോകും ചിലപ്പോ ഉപ്പ് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് സിനിമാ ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിന്റെ സൗന്ദര്യത്തെ നിങ്ങൾ ഇങ്ങനെ കാണേണ്ടതില്ല. അത് അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അമ്പെ പരാജയപ്പെട്ട പരീക്ഷണമാണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താ? ഒറ്റ കാര്യം, നിങ്ങൾ തുറന്ന ജാതകങ്ങളിലൂടെ, നിങ്ങൾ തുറന്ന ലോകത്തോടെ എല്ലാം നോക്കിക്കണ്ടാൽ ഈ രതിവൈദ്യങ്ങൾ മുഴുവൻ മാറിക്കിട്ടുമെന്ന് അവകാശപ്പെട്ടവരാണ് നമ്മുടെ ഈ മുല്ലാക്കന്മാർ. പറഞ്ഞില്ലേ, നിങ്ങൾ മറക്കൂ, നിങ്ങൾ മറന്നു നിൽക്കൂ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഹ്തജിബ എന്നൊരിക്കൽ എനിക്ക് പറയുന്നുണ്ട്. അവിടുത്തെ രണ്ട് പ്രിയപ്പെട്ട പത്നിമാർ അവർ നിൽക്കവേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു അന്ധനായ സ്വഹാബി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇഹ്തജിബ, നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കണം. അപ്പോ അവരിങ്ങനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അയാൾ അന്ധനല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ തത്തുല്യ വികാരങ്ങൾ പക്ഷേ നിങ്ങളെയും ഭ്രമിപ്പിച്ചാലോ? ഇത് രണ്ടും ഒന്ന്. സ്ത്രീയുടെ ഇമോഷണൽ കപ്പാസിറ്റി, അവരുടെ ഡെൻസിറ്റി, അവരുടെ തീവ്രത, പുരുഷന്റെ ഇമോഷണൽ ഡെൻസിറ്റി, അവരുടെ വൈകാരിക തീവ്രത, ഇതൊക്കെ വ്യത്യസ്തമാണെന്ന് പഠിപ്പിച്ച ഒരു പ്രകൃതിയുണ്ട് നമുക്ക്. അതുകൊണ്ട് അങ്ങനെ തന്നെ തുറന്നിട്ട് ഒരു ലോകം സൃഷ്ടിച്ചാൽ പുരുഷൻ അതിപ്പോ ആരായാലും കുഴപ്പത്തിലേക്ക് ചാടാൻ. ഇന്ത്യയുടെ പ്രഗത്ഭനായ ഇന്ത്യയുടെ പൗരാണിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണല്ലോ വേദവ്യാസൻ. വേദങ്ങൾ രസിച്ചാടുന്ന അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം. ആ വേദവ്യാസത്തിൽ ഒരിക്കലും കവിത ചെറിയത്രേ. ആ കവിതയിൽ അദ്ദേഹം പ്രഗത്ഭരായ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിധ്വംസമതി കർഷനി എന്ന്. ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിധ്വംസമതി കർഷനി. വലിയ വിദ്വാനായ, വലിയ പണ്ഡിതനായ, വലിയ ആധ്യാത്മികമായി ജ്ഞാനമുള്ള ഒരാളാണെങ്കിൽ വൈകാരികമായ ഒരവസ്ഥ അയാളെ കീഴ്പ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. അങ്ങനൊരു അവസ്ഥയിൽ അയാൾ നിലകൊള്ളുമ്പോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ സന്യാസി പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊക്കെ അപമാനിക്കാൻ ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ ജിതേന്ദ്രിയന്മാരാണ്, ഞങ്ങൾ എല്ലാ വികാരങ്ങളെയും ജയിച്ച ആളുകളാണ്. അദ്ദേഹം ആ കവിയെ കീർത്തണം. കീർത്തനത്തിന് ശേഷം പിന്നെ ചെയ്ത പണി, അന്നത്തെ രാത്രി അദ്ദേഹം പിന്നെ ഒരു സ്ത്രീ വേഷം ധരിച്ചിട്ട് ഇതേ സന്യാസിയുടെ കാനനത്തിലുള്ള, അതായത് കാട്ടിലുള്ള പർണശാലയിലേക്ക് ചെന്നു. ആ പർണശാലയിൽ ചെന്നിട്ട് ആ രാത്രി പറഞ്ഞു, എനിക്കിവിടെ അഭയം തരണം. ഒരു പെണ്ണാണ് ചോദിക്കുന്നത്, എനിക്ക് അഭയം തരണം. അപ്പൊ സന്യാസി പറഞ്ഞു, ഞാൻ ഒരു സന്യാസിയാണ്, സ്ത്രീകളെ അടുത്ത് കാണാൻ പോലും കഴിയാത്ത വിധം ഞാൻ അത്രമേൽ മാറി നിൽക്കുന്ന ഒരു സന്യാസിയാണ്. ഞാൻ ജിതേന്ദ്രിയനായ ബ്രഹ്മചാരിയായ ഒരു സന്യാസിയാണ്, എന്റെ അടുക്കൽ എന്നെ സ്ത്രീ പാർക്കാൻ പാടില്ല. അവൾ തിരിച്ചു ചോദിച്ചു, അങ്ങയെ പോലെ എല്ലാ വികാരങ്ങൾക്കും ശമനം കണ്ട അത്രമേൽ ശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന അങ്ങയുടെ ഈ ഭാഗത്തെ ഈ അങ്ങയുടെ പർണശാലയിൽ അല്ലാതെ ഞാൻ ഈ കാട്ടിൽ എവിടെയെങ്കിലും അഭയത്തിലേക്ക് പോയാൽ ഏതെങ്കിലും ഒരു കാർഗത മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗമോ എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നെ ശരിയാക്കൂലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം ശരിയാണെന്ന് വന്നപ്പോൾ അവസാനം സന്യാസി സമ്മതിച്ചു. എന്നാൽ പിന്നെ ചായക്ക് കിടന്നതാണ്. ചായക്ക് കിടന്നു, നല്ല മഴ പെയ്തു, കാറ്റ് ഇങ്ങനെ വീശി. രാത്രി കുറച്ചുകൂടി കുറെ കഴിഞ്ഞപ്പോൾ സന്യാസിക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. പതുക്കെ സന്യാസി പോയി കാലിലൊക്കെ പിടിച്ച് തൊട്ടു തുടങ്ങി. വല്ലാണ്ട് അപകടത്തിലേക്ക് പോകുന്നു കണ്ടപ്പോൾ വ്യാസൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് കാലത്ത് പറഞ്ഞതാണ്, ഇപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലായിരുന്നു. ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി, ഇപ്പോഴേ ഇവർക്ക് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം ഇതുകൂടി കുട്ടി പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിധ്വംസമതി കർഷതി 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 കർഷത്യേവ എന്ന് സ്ഥാപിച്ചു പറഞ്ഞാണ്. ഞാൻ പറയുന്നത്
നിങ്ങൾ ഈ വെളിവെടുത്ത് കാണുമ്പോഴേക്കും അങ്ങനെ തന്നെ ഭ്രാന്തമായി പോകുന്ന പ്രാകൃതമായ ഭാവങ്ങളുള്ള മനുഷ്യരാണോ? നിങ്ങൾ 6-ാം നൂറ്റാണ്ടിന് വണ്ടി വിട്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോടാണ്. ഇത് മതത്തിന്റെ അടിസ്ഥാനപരമായ അതിന്റെ പ്രകൃതിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഫിത്രത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലദീ ഫതറന്നാസ അലൈഹ, ജനങ്ങളെ സൃഷ്ടിച്ചത് ആ ഫിത്രത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ മഹലിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാത്തരം ദുരാചാരങ്ങളുടെ ഒരു കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. നമ്മുടെയൊക്കെ വിവാഹങ്ങൾ ഇന്ന് മലീമസമായി കഴിഞ്ഞു. അവിടെ ഒരു മലക്ക് വന്ന് ദുആ ചെയ്തിട്ട് ആമീൻ പറയുമെന്ന് വിചാരിക്കേണ്ടാത്ത വിധം മലീമസമായി കഴിഞ്ഞു. മഹാന്മാരായ സാദാത്യങ്ങളും പ്രേമാക്കളും ഒക്കെ പ്രസംഗിക്കാനും ദ്വാരക്കാനൊക്കെ ഉണ്ടാവും. اللهم ألف بين هذين الزوجين كما ألفت بين نبيك محمد صلى الله عليه وسلم وبين أزواجه الطاهرات أمهات المؤمنين. ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറാൻ ആണും പെണ്ണും കൂടി, പിന്നെ അതിന്റെ കൂടെ ഡാൻസ് തുടങ്ങാൻ. ഇത് നമ്മുടെ മഹല്ലുകളെ ഭരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ദുഷിച്ച, ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത അത്രമേൽ ഭീകരമായ ഒരു നാശം നമ്മുടെ ഈ വിവാഹങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബിനെ കാക്കട്ടെ. എന്റെ ജനത 5 കാര്യങ്ങളെ ഹലാലാക്കിയാൽ അവർക്ക് മേൽ കടുത്ത നാശം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. 5 കാര്യങ്ങൾ എന്റെ സമുദായം ഹലാലാക്കിയാൽ. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വലിയ വിഷയമാണ്. ഞാൻ അങ്ങോട്ട് പോണില്ലേ. പരസ്പരം ആക്ഷേപം തുടങ്ങിയാൽ പരസ്പരം ആക്ഷേപിക്കാൻ, എന്തും തകർക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം വൃക്ഷത്തിന്റെ ചില്ലകൾ വെട്ടിക്കളയണമെന്ന് തീരുമാനിക്കുന്ന വിധം ആരോടും ഉത്തരവാദിത്തമില്ലാത്ത ചിലരുണ്ടായിരിക്കുകയാണ്. ആരോടും ഞാൻ അതിനെ എല്ലാ തരത്തിലുള്ള ബലത്തോടെയും പറയുന്നു. ആരോടും നമുക്ക് ഉത്തരവാദിത്തമില്ല. ഈ സമുദായം കെട്ടിപ്പടുത്താം. ഈ സമുദായത്തിന്റെ മഹാരഥന്മാരായ മുൻഗാമികൾ സ്വപ്നങ്ങളിൽ ജീവിച്ച ഒട്ടേറെ സ്ഥാപനങ്ങളെ കുറിച്ച് പോലും അപകീർത്തികരമായി പറയാൻ ശ്രമിക്കുന്നവർ അവർ സ്വയം ആലോചിക്കണം. ആരുടെയാണ് ഇവർ വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്? സമസ്ത കേരള ജമീയത്തുലമയുടെ അഭിവൃദ്ധി നേതൃത്വം എത്ര സ്വപ്നങ്ങളുണ്ടാണ്. ആ സ്വപ്നങ്ങളുടെ സൽഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ചെമ്മാട്ട പാടത്തിൽ നിന്ന് കുറെ മനുഷ്യന്മാർ, മഹാനായ മുസ്ലിയാർ, മഹാനായ മുസ്ലിയാർ, മഹാനായ മുസ്ലിയാർ, ഈ ഉമ്മത്തിന്റെ ദൈശനിക പ്രഭാവത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവിഷ്കാരം എന്ന് പറയാൻ കഴിയുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും ആ വലിയ മനുഷ്യരാണ് പറഞ്ഞത്, ഇനി മറ്റൊരു കാലത്തേക്ക് തിരിയണം. അങ്ങനെയാണല്ലോ കാലത്തിന്റെ പ്രത്യേകമായ ഘട്ടത്തിലെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. ഒരു സമയത്ത് 1945 ദർസുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞത്, ബാഫഖി തങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത് ബാങ്ങി അഹ്മദ് കുട്ടി മുസ്ലിയാർ കൂടിയാണ്. അതൊക്കെ വല്ലാത്തൊരു ദൈക്ഷണികതയുടെ പ്രഭവ കേന്ദ്രങ്ങളാണ്. അവർ പക്ഷേ ചില സമയങ്ങളിൽ എല്ലാവരുമായി ചേർന്നു നിന്നു. ഇവിടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ടാണ് ബാങ്ങി അഹ്മദ് കുട്ടി മുസ്ലിയാർ പ്രവർത്തിച്ചത്. അതൊക്കെ ചരിത്രമാണ്. ആ മഹാനായ ബാങ്ങി അഹ്മദ് കുട്ടി മുസ്ലിയാരുടെ ചുറ്റടത്തിൽ ആ പടലിൽ പഠിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് മദ്രസയെ കുറിച്ച് പറഞ്ഞത്. ലോകാത്ഭുതമായി മദ്രസകൾ മാറി. ലോകാത്ഭുതം. ഞാൻ അമേരിക്കയിൽ 2015 പോയി. അവിടെ ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ സമസ്തയെ കുറിച്ച് പറയാൻ 17 മദ്രസകൾ എന്ന് പറയുന്ന സംശയത്തോടെ നോക്കിയപ്പോ അമേരിക്കയുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ കണക്ക് ശരിയാണ്. അതായത് ഈ പ്രസ്ഥാനത്തിന്റെ വലിപ്പം പറയാൻ അവരത് പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന മധ്യേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരായ ചെറുപ്പക്കാരുടെ ഒക്കെ ചുണ്ട് ഞാൻ ശ്രദ്ധിച്ചത്, ഇറ്റ് ഈസ് അമേസിംഗ് എന്ന് പറയാനാണ്. അത്ഭുതം. ആ അത്ഭുതത്തിന്റെ വികാരാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയാണ്. അത് ആ വാക്ക് കേൾക്കുമ്പോ അതിന്റെ ഒപ്പം നടന്നു നീങ്ങിയവർ, ഗ്രാമാന്തരങ്ങളിൽ ഓടി നടന്നവർ, മഹാനായ ഉസ്മാൻ സാഹിബിനെ പോലെ ഒരുപാട് പേർ അവർ നടന്നു നീങ്ങിയത് എന്തിനെന്നോ ഈ പ്രസ്ഥാനത്തെ വിപുലീകരിക്കാൻ. അങ്ങനെ അതൊന്ന് വളർന്നു വലുതായി. അതൊരു ട്രാൻസ്ഫോർമേഷനാണ്, മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഈ പലതും ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വലിയ മനുഷ്യൻ മഹാനായ ഇമാം ബഷീറുദ്ദീൻ മുസ്ലിയാരായിരുന്നു. കടമയിൽ അത് തുടങ്ങി വെച്ചു. പിന്നെ അതിന് വിപുലമായ ഒരു തലം വേണമെന്ന് വന്നു, ഒരു വിപുലാകാശം.
ആ വിപുലാകാശം ചമ്മാട് തുടങ്ങാൻ വേണ്ടി അവർ ആലോചിച്ചു. അവിടെയാണ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഇന്ന് ദേശാന്തരങ്ങൾ കടന്നു പോകുന്ന പ്രശസ്തിയുടെ പേരാണ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ദേശാന്തരങ്ങൾ കടന്നുപോയി എത്രയെത്ര യൂണിവേഴ്സിറ്റികൾ. മഹാനായ ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയാട് എംപി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനെ ഇവിടെ ബഹുമാനായ സമ്മാന സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് അസാത്തി, അങ്ങനെ പറയാലോ, അങ്ങനെ പറയാൻ പറ്റുന്ന മഹാപണ്ഡിതനെ കൊണ്ടുപോയി ഈ യൂണിവേഴ്സിറ്റികൾ അവരുടെ പഠന കാര്യങ്ങളിൽ നിങ്ങളുടെയും കൂടിയുള്ള ഒരു പങ്കാളിത്തം വേണമെന്ന് പറയാൻ തീരുമാനിച്ചത്. എവിടെയൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആന്ധ്രയിൽ, ആസാമിൽ, പശ്ചിമ ബംഗാളിൽ, എല്ലാ ഇടങ്ങളിലും ഇതൊക്കെ തകരണമെന്ന് ചിന്തിക്കാനല്ല, ഇതൊക്കെ വളർത്തണമെന്ന് ചിന്തിക്കലാണ് സമുദായ നവോത്ഥാനത്തിന്റെ വഴിയിൽ നിൽക്കുന്ന ആരും ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് മഹല്ല് ജമാഅത്തുകൾ ഈ പറയപ്പെടുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഉന്നതമായ ബോധ്യത്തിലേക്ക് എത്തണം എന്നത് പ്രധാനം. രാജ്യം ഈ അപകടത്തിലായിരിക്കുന്ന ഒരു സന്ധി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുറച്ചു മുമ്പ് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു രാജ്യം തിരിച്ചു വരുമെന്ന്. ഞാൻ ഇന്നലെ 5-6 മാസം മുമ്പ് പ്രസംഗിച്ചു. അപ്പൊ ചിലരൊക്കെ എന്റെ പ്രസംഗത്തിന്റെ താഴെ വന്നിട്ട് കമന്റിട്ടു, ഉസ്താദേ രാജ്യത്തെ കുറിച്ച് ഒരു ബോധമില്ലാതെയാണ് പ്രസംഗിക്കുന്നത്. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് 2 മൂക്കുകാരാണുള്ളത്. 2 മൂക്കുകാർ, 2 പ്രധാനപ്പെട്ട ചെറുകക്ഷികൾ ആ മൂക്കുകാരെ പിടിച്ചു വലിക്കുന്നതിനനുസരിച്ച് പറയാനും നിൽക്കാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ പേടിച്ചിരുന്ന ഭരണഘടന എന്നത് മാറ്റാനാവാത്ത വിധം ഭദ്രമായ ഒരു പ്രതിപക്ഷം ഇന്ന് രാജ്യത്തിന്റെ മുമ്പിൽ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്തായാലും ഈ ഭരണഘടന ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. പാർലമെന്റിൽ ഒരു ബില്ല് വരാൻ വഖഫ് അമെൻഡ്മെന്റ് ബില്ല് വല്ലാത്തൊരു അപകടം പിടിച്ചിട്ടില്ല. ഞാനതിനെ കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് പ്രകടനമാണ്. ബഷീർ സാഹിബിന്റെ പ്രസംഗങ്ങളെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചു പോയത് ഈ തെരഞ്ഞെടുപ്പൊക്കെ എത്ര കൃത്യമാണ്. തുണി കൊടുക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വേണമെന്ന് ആലോചിച്ച ആളുകൾക്കൊന്ന് ആലോചിച്ചിട്ട് പറയണം ഈ തെരഞ്ഞെടുപ്പ് അത്ര കൃത്യമാണ്. അത്ര കൃത്യമായി ഭരണഘടനയുടെ സോൾ, അതിന്റെ ആത്മാവിനെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടാണ് പ്രസംഗിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദവും 29-ാം അനുച്ഛേദവും 19-ാം അനുച്ഛേദവും ഒക്കെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗം. ആ ഭരണഘടന തിരുത്തപ്പെടുന്ന സമയം ഉണ്ടാകാതിരിക്കണം. അതിനൊക്കെ രാജ്യത്തെ ഒരുമിച്ച് നിർത്തണം. വലിയ വലിയ ദൗത്യങ്ങളാണ് ഈ സമുദായം ഏറ്റെടുക്കേണ്ടത്. ചില സമയത്ത് ചില കാര്യങ്ങളിൽ സമുദായത്തിൽ മതേതര സംവിധാനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ജിഹാദാണ് എന്ന് നമ്മൾ കാണും. ഒരു ജിഹാദാണ്. അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ ഉമ്മത്തിന്റെ ആത്മീയമായ അതിന്റെ ശക്തിയായി നിൽക്കുന്ന സമസ്തയുടെ കൂടെ നിന്ന്, പാലക്കാട് കുടുംബത്തിന്റെ കൂടെ നിന്ന് അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും. എല്ലാ പ്രതിസന്ധികളും മഹലിന്റെ ഹത്തീബുമാർ, മഹലിന്റെ ഭാരവാഹികൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് വന്ദയായ തങ്ങളുടെ ഞാൻ കുറച്ച് നീണ്ടുപോയെന്നറിയില്ല. മഹാനായ തങ്ങൾ ഇനി അവിടുത്തെ നിർദ്ദേശങ്ങൾ നടത്തും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.